വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ രാവിലെ ഞാന് ഇവിടുത്തെ 2 പുരുഷന്മാരെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പറഞ്ഞു വിട്ട് പിന്നെ എന്റെ ഫുഡ് കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പൊ ഞാൻ തന്നെ ഉള്ളു ഇവിടെ. ഞാനും പിന്നെ ഇതുപോലത്തെ കുറച്ച് ആൾക്കാരും ഒക്കെ തന്നെ ഉള്ളു കേട്ടോ ഇവിടെ. അപ്പൊ എന്താണ് അപ്പൊ ഇനിയിപ്പം എന്താ ഫുഡൊക്കെ കഴിഞ്ഞു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അപ്പൊ എന്താണ് ഇനിയിപ്പം ഞാന് ഇതൊക്കെ വെറുതെ ഇരിക്കുന്ന എന്നാന്ന് വെച്ചാല് ഇത് ആദ്യക്കുട്ടിന്റെ മറ്റേ ബുക്ക് കേട്ടോ. അപ്പൊ ഇവിടത്തേല് നാളത്തേനുള്ള ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഒന്ന് എഴുതി വെക്കാമെന്ന് ഓർത്തെ. അപ്പൊ നമുക്ക് ഈസി, അതായത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഇവർക്ക് എന്താണ് ലഞ്ച് കൊടുത്തു വിടുന്നത്, സ്നാക്ക്, അതൊക്കെ ഒന്ന് എഴുതി രാവിലെ ഏൽക്കുമ്പോ തൊട്ടുള്ള കൃത്യമായിട്ട് ചെയ്യാനുള്ള രീതിക്ക് ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ ചില വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഇങ്ങനെ എഴുതി വെച്ച് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും, ആദ്യമേ ഏൽക്കണം, ഇന്നത് ചെയ്യണം, അങ്ങനെ ഓർക്കുമായിരുന്നേ. അപ്പൊ നമുക്കൊന്ന് എഴുതി ഒന്ന് ട്രൈ ചെയ്യാന്ന് ഓർത്ത് ഞാൻ ബുക്കൊക്കെ ആയിട്ട് വന്ന് എഴുതുമായിരുന്നു. അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ, ഇനി ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. ഇത് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. രാവിലെ ഇന്ന് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ഒരു വിശപ്പ്, എല്ലാവർക്കും അങ്ങനെയാണല്ലോ കുളിച്ച് കഴിയുമ്പോൾ. അപ്പൊ ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ നേരെ ക്ലീൻ ചെയ്യാൻ ഓർത്ത് അങ്ങ് ഇറങ്ങി കേട്ടോ. ഈ പായിട്ട് വെച്ചേക്കുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യക്കുട്ടന് കളിക്കാനായിട്ട് അവൻ ഇരിക്കുമ്പോൾ നിലത്തിരുന്ന് ഇനിയിപ്പം പല്ലിന് വേനയല്ലായിരുന്നു, ഒരു ചുമയും ഒക്കെ ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇനിയും തണുപ്പ് അടിച്ച് ഇനിയും ചുമക്കേണ്ടെന്ന് ഓർത്ത് ഞാൻ ഇട്ട് കൊടുത്തതാ പായെ. അപ്പൊ അവനൊരു ചൂട് ജീവി ആക്ച്വലി, പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പാട്ടോ. എപ്പോഴും തന്നെ എനിക്ക് കൂടുതലും തണുപ്പാണ്. എനിക്ക് ചൂട് ഇവരുടെ അത്രയും ഇപ്പൊ പുറത്തുനിന്നൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ അല്ലെ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. അല്ലാതെ എനിക്ക് അത്രയ്ക്കും അങ്ങ് ആവിയില്ല. ഇപ്പം ഇവർക്ക് 2 പേർക്കും ഇവിടെ ഭയങ്കര ചൂടുകാരം. അപ്പൊ എന്റെ വിചാരം എന്റെ പോലെ തന്നെയാണ് എന്നൊരു തോന്നലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു ബോഡിയുടെ ഫീലാണല്ലോ നമുക്ക് വിചാരം, ഫുൾ അങ്ങനെയാണെന്നൊരു തോന്നലാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഫാനൊക്കെ ആണെങ്കിലും ഇടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യം ചെന്ന് നോക്കുമ്പോൾ അവൻ ഫുള്ള് വേർത്ത് കുളിച്ചിരിക്കുമായിരിക്കും കേട്ടോ. അവൻ ഞാൻ കുഞ്ഞിലെ കേട്ടോ അവൻ നന്നായിട്ട് വേർക്കുന്ന ഒരു ടൈപ്പ്. ഞാൻ നേരെ തിരിച്ചു കേട്ടോ. അത് അവനവൻ്റെ ഡാഡിയുടെ അച്ഛൻ്റെ ടൈപ്പ് ഇതാന്ന് തോന്നുന്നു ബോഡി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അതേണ്ട അതെല്ലാം ഞാൻ പിറക്കി വെച്ചു കേട്ടോ. അതിപ്പോൾ വരുമ്പോഴത്തേനും പിന്നെ ആക്കുവേ. അപ്പം ഞാൻ എന്നാലും അതെല്ലാം പിറക്കി വെച്ചിട്ട് ഇപ്പം ഇതേണ്ട ഈ വണ്ടിയെല്ലാം നിലത്ത് കിടക്കുമായിരുന്നു. അത് നേരെ എൻ്റെ കാലിലോട്ട് ആ തടിയുടെ സാധനം ആ ലോറി കേട്ടോ വന്ന് വീണ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നിനും നിന്നില്ല. അല്ലെന്നുണ്ട് എനിക്ക് ഒരു കുഞ്ഞു വേദന വന്നാൽ തന്നെ ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു വെച്ചാൽ, നേരത്തെ അല്ലട്ടോ ഇപ്പോഴും സ്റ്റില്ല് ഞാൻ അങ്ങനെയാണ്. ആദ്യം ഇവിടെ ഉള്ളപ്പോഴാണേലും എൻ്റെ കയ്യോ കാലോ ഒന്നും മുട്ടിയിട്ടുണ്ടോ എനിക്ക് ആ ഭാഗത്തോട്ട് നോക്കാൻ പറ്റത്തില്ലെന്നേ. അതെന്നാന്ന് അറിയത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ആർക്കേലും ഉണ്ടോന്നേ. എനിക്കിങ്ങനെ കൈയൊക്കെ കാലൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നോക്കത്തില്ല. അടുത്ത ആരിലുണ്ട് അവരെ കൊണ്ട് നോക്കിക്കും, മുറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നോ നോക്കാവോ എന്ന് ചോദിക്കും. ആ മുറിഞ്ഞിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഞാൻ പതുക്കെ അങ്ങോട്ട് നോക്കും. അതെന്നെ ഒരു ഫീലാണ്, അതെന്നെ ഒരു സ്വഭാവം എൻ്റെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒട്ടും അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. നീ പണ്ട് തൊട്ടേ അങ്ങനെ. അപ്പൊ വീട്ടിൽ ഇതുപോലെ അമ്മയാണോ അച്ഛനാണോ ആരാണോ അടുത്ത് നിൽക്കുന്നത് അവരോട് ഞാൻ ഇതുപോലെ ഒന്ന് നോക്കുമോ. അപ്പൊ ഈ അച്ഛനുണ്ടല്ലോ ദുഷ്ട എന്നെ പറ്റിക്കുമായിരുന്നു കേട്ടോ. അയ്യോദേ ആ വിരൽ പോയി ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ പേടിച്ചു പോയി. നമുക്ക് തൊടുമ്പോൾ അറിയാമല്ലോ, പോയിട്ടൊന്നും ഇല്ലെന്ന്. അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ആദ്യക്കുട്ടൻ അടുത്തുണ്ട്, അവനോട് ചോദിക്കും കേട്ടോ, മോനെ ഒന്ന് നോക്കാവോടാ. പക്ഷെ അവൻ എൻ്റെ അത്രയും അങ്ങോട്ട് പേടിയില്ല കേട്ടോ, കുറച്ചുകൂടെ ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞത് ഞാൻ തൂത്തുവാരും കേട്ടോ. തൂത്തുവാരുമ്പോൾ അതേ ഈ ബിൽഡിംഗ് സെറ്റ് എല്ലാം ഞാൻ പിറക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ നിന്നെല്ലാം ഓരോ പ്രാവശ്യം തൂക്കും കേട്ടോ. പിന്നെ ബിൽഡിംഗ് സെറ്റ് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നേ. എത്ര തൂത്തുവാരി കളഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് സെറ്റ് എവിടെയെങ്കിലും ഒക്കെ കിടക്കും കേട്ടോ. അതിങ്ങനെ തെറിച്ച് പോകുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ വീടെല്ലാം മുറികളും എല്ലാം ഇന്നങ്ങ് തൂത്തുവാരി കേട്ടോ. ചില ദിവസം ഞാൻ ഈ ഒരു മുറി നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കൊണ്ട് അതിനകം ഞാൻ ചിലപ്പോൾ തൂക്കത്തില്ല. പെട്ടെന്ന് ഹാളും കിടക്കുന്ന മുറിയും കിച്ചണും അങ്ങ് തൂത്തിടുവേ. പിന്നെ ഞാൻ ആ മുറിയും കൂടെ അങ്ങ് തൂത്ത് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനൊരു ആശ്വാസം കേട്ടോ. പണികളൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുക്കിയേ. ഇനിയിപ്പോൾ എന്താണ്, രാവിലത്തെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇവിടെ ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ആദ്യക്കുട്ടിനും ഒക്കെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കും ദോശയോ ഇഡലിയോ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ചോറിരിപ്പുണ്ട് കാര്യം ഫ്രിഡ്ജിൽ, പക്ഷേ എങ്കിൽ ചോറ് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് ഒരു ദോശ തന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. 1-2 ദോശയും ഒരു ഓംപ്ലേറ്റും ഒക്കെ ഉണ്ടാക്കി ഞാൻ കഴിച്ചേ.
അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ, ഈ നമ്മുടെ എഗ്ഗ് ദോശയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ആ ചട്ടകം വെച്ച് തന്നെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത ദോശയിലാക്കുവേ. എന്നിട്ട് കുറച്ച് സവോളയും ഇതുപോലെ തന്നെ കുരുമുളകും ഉപ്പും നമ്മുടെ ഈ ദോശപ്പൊടി എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട്, ചട്നിപ്പൊടി, അത് ഞാൻ ഒരിടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നേ. അതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലിടും. അപ്പോൾ എന്നിട്ട് കുറച്ച് നെയ്യൂടെ ഇങ്ങനെ തൂത്ത് മൊത്തത്തിൽ വിട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ചുട്ടെടുക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റ് കേട്ടോ. ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ മതി, ഹെവി ആയിട്ട് നല്ല വലുതായിട്ടും കൂടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് വയറും നിറയും, നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല, രണ്ടും രണ്ടാക്കി തന്നെ ചുട്ടങ്ങ് കഴിച്ചു. പിന്നെ അതായത് ഇനിയിപ്പം രാത്രിയിലത്തേന് ബാക്കി ചോറ്, കുറച്ച് ചോറ് ഇന്നലത്തേതേ ഫ്രിഡ്ജ് ഇരിപ്പുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്കൊന്ന് ഓർത്ത് വെച്ചിരുന്നു, പക്ഷേ ഉച്ചയ്ക്കും അത് എടുത്തില്ല. അപ്പോൾ ബാക്കി ഇതേണ്ട കുറച്ച് അരിയും കൂടെ നേരത്തെ തന്നെ ഇട്ടങ്ങ് ഇതിനകത്ത് കയറ്റി വെച്ചേക്കുവാണ്. കാരണം ഇപ്പോഴേ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും തണുത്തിരുന്നോളും. അപ്പോൾ നമുക്ക് ബാക്കി എന്തായാലും മിച്ചം ഇനിയും വരും. അപ്പോൾ അതെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രിയിലത്തേന് വെക്കാനിരുന്നാലേ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് തണുപ്പിച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും കിടക്കാൻ നേരം അങ്ങ് ഒത്തിരി ലേറ്റ് ആകും. അതുകൊണ്ട് ഞാൻ നേരത്തെ പണികളൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി എല്ലാം കഴിഞ്ഞത് ആദിക്കുട്ടിൻ്റെ സ്കൂളിൽ പോയി ആദിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ആദിക്കുട്ടന് പല്ലിന് മേലെ കുറവുണ്ട്, എന്നാലും ഞാൻ അവനൊരു ക്ഷീണം പോലൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്ന് തൊട്ട് നോക്കിയതാട്ടോ. അപ്പോൾ ആദിക്കുട്ടനെ പറ്റിയത് എന്നാന്ന് വെച്ചാൽ പല്ലിന് മേലിന് അത്യാവശ്യം കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ താഴെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്, പുള്ളിക്കാരൻ ആദ്യം വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവനെ കാണുമ്പോഴത്തേനും അവൻ്റെ കവളെ പിടിച്ച് വലിക്കുമെന്ന് പുള്ളിക്കാരൻ. അങ്ങനെ പിടിച്ചിട്ട് കൊച്ച് ഞാനൊട്ട് കണ്ടുമില്ല, കൊച്ചൊട്ട് പറഞ്ഞുമില്ല. അപ്പോൾ ആ പോയ വേദന അവിടെ ഇപ്പോൾ പിന്നെയും ചെറുതായിട്ടുണ്ടെന്ന് അവൻ പറയുന്നത്. അങ്ങനെ എന്തായാലും ഒരു പണി ഇട്ടിട്ടിരിക്കുക, അത്യാവശ്യം ഒന്ന് കുറഞ്ഞതായിരുന്നു, ഇനിയിപ്പോൾ വീണ്ടും വേദനയാകുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വേണ്ട. പിന്നെ ആദ്യക്കൂട്ടം എന്നോട് രാവിലെ പറഞ്ഞിട്ട് പോയിരുന്നു അവന് വൈകിട്ട് സോയാബീൻ മോമോസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഞങ്ങളൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് അന്നപ്പം. പിന്നെ നമുക്കിവിടെ സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ ഇങ്ങനെ കിട്ടും ഈ സോയാബീൻ മോമോ. അപ്പോൾ ഇവന് അത് വേണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ വിട്ടുപോയെന്നേ. എനിക്കാണെങ്കിൽ ഈ നേരത്തെ ഉണ്ടാക്കാതെ ഈ സമയത്ത് കിടന്ന് ഉണ്ടാക്കുന്നതും ഭയങ്കര ദേഷ്യമാണ്. പിന്നെ കൊച്ചിനോട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ എന്നെ ചെയ്യാൻ അവനതും പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനെയും കൂടെ അവിടെ കയറ്റി ഇരുത്തി കേട്ടോ. അമ്മയ്ക്കറിയാവോ ഇല്ല നമുക്ക് ഒന്നുകൂടെ യൂട്യൂബിൽ നോക്കാമെന്നൊക്കെ കേട്ടോ അവൻ പറയുന്നത്. ഞാനിതിപ്പം മടി വെച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മടി ഉണ്ടാക്കാണ്ട് ഒരു മടി തോന്നിയത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് കണക്ഷനൊന്നും വൈഫൈയുടെ എന്തോ ഒരു പ്രശ്നം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ആളിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാനായിട്ടൊരു മടി പറഞ്ഞപ്പം പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പിന്നെ പോട്ടെ ഉണ്ടാക്കിയേക്കാം എന്നിങ്ങനെ ഓർത്തത്. സോയാബീനൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഞാൻ ആദ്യം ഒരു മടി കാണിച്ചെങ്കിൽ പോലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. സോയാബീനൊക്കെ ഒന്ന് നേരത്തെ വെന്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും കേട്ടോ. ആ സോയാബീൻ്റെ വെന്ത് വെച്ചിട്ട് പിന്നെ ഇതിന് നമ്മുടെ മൈദാമാവായിട്ട് എടുക്കുന്നത്. മൈദാമാവ് എടുത്ത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 2-3 ഉരുളയൊക്കെ മതി കേട്ടോ. ഞാൻ ഓർത്ത് ഇത് കുറഞ്ഞു പോകുമായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നേ. പക്ഷേ 3 ഉരുളയൊക്കെ മതി കേട്ടോ. അത് നമ്മൾ കുഞ്ഞായിട്ട് ഇനി അതിനെ കട്ട് ചെയ്തായിട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സോയാബീൻ വെന്ത് വന്നതിനെ നമ്മൾ നേരെ മിക്സി ജാറിനകത്തോട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതാ കേട്ടോ ഇത് ഏറ്റവും എളുപ്പമായിട്ട് വരാൻ കാര്യം. ഈ അരിഞ്ഞെടുക്കുമ്പോഴാണല്ലോ സോയാബീനൊക്കെ പാട്. ഇതിപ്പോൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് വലിയ സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ നേരെ നമ്മുടെ ഷോർട്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കടുക് വറുത്ത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. കടുകും വറുത്ത് കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റി, കളറൊന്നും അധികം മാറണ്ട. അപ്പോഴത്തേന് ഈ സോയാബീന് ഉപ്പ്, പിന്നെ ഉപ്പി പറഞ്ഞ പോലെ നോക്കിയിട്ട് ഇടാവുള്ളേ. സോയാബീൻ വെന്തപ്പോഴും ഞാൻ ശകലം ഉപ്പിട്ടിട്ടാട്ടോ എടുത്ത്. പിന്നെ തുള്ളി സോയാ സോസ് എല്ലാം കൂടെ ചേർത്ത്, കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചപ്പാത്തി മാവ്, നമ്മുടെ മൈദയുടെ മാവൊന്ന് പരത്തി എടുക്കണം. എന്നിട്ട് ഇതുപോലത്തെ കുഞ്ഞി എന്തെങ്കിലും ഒരു കുഞ്ഞടപ്പ് പാത്രം വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മൈദാമാവ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാട്ടോ, ആദ്യമായിട്ടല്ല ഇതിന് മുന്നിൽ ഒരു പ്രാവശ്യം മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇത് മീൻസ് ഇത് പരത്തുമ്പോൾ നമ്മുടെ സാധാ ചപ്പാത്തി പോലെ അല്ലല്ലോ. ഇങ്ങോട്ട് പരത്തിയാൽ അത്ര നല്ല നീളം കിട്ടും. എന്നിട്ട് അത് വലിച്ചു പൊക്കി നമ്മൾ ഇതിനെ ചപ്പാത്തി എടുക്കുമ്പോഴത്തേന് നീളം കുറഞ്ഞു പോകും. അങ്ങനെ ഒരു ഇതാട്ടോ മൈദയ്ക്ക് ഒരു വലിയൊരു ഫീൽ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനത് 4-മത്തെ കട്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേനും കേട്ടോ ഇവിടെ ബെല്ലടിച്ച് ഇതിൻ്റെ ശരിയാക്കാനായിട്ടുള്ള ഒരു ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ആദ്യക്കുട്ടനാണ് അതിൻ്റെ ഇടയിൽ കൂടെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇട്ടിട്ട് മീൻസ് ആ കൊച്ച് എന്തോ കാര്യത്തിന് താഴോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അവിടെ നിന്ന് എന്തോ വള്ളി ഏതാണ്ട് വലിച്ചിട്ട് എന്തോ കിട്ടിയില്ല. അപ്പോൾ എന്നാത്തിനോ താഴോട്ട് ഇറങ്ങിപ്പോയ നേരത്തെ ഞാൻ ഓർത്തുന്ന ബാക്കിയും കൂടെ അടുത്ത ഒരാളൂടെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിനിപ്പുറം ബാക്കിയും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലി ചെയ്ത് വെച്ചേക്കാം. ആദ്യക്കുട്ടനാണ് വിശന്നും ഇരിക്കും. ഇന്നിപ്പോൾ വന്നിട്ടൊന്നും കൊടുത്തില്ല. മോമോസേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഉള്ള നേരത്തെ അതങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് ഞാൻ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് വട്ടത്തിലെടുത്ത് എന്നിട്ട് ഈ ബാക്കി വരുന്ന മാവും ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് വീണ്ടും അതിനെ പരത്താവേ, കളയൊന്നും വേണ്ട. എന്നിട്ട് എന്താണ് ഇതിനകത്തോട് നമ്മുടെ ആ കൂട്ടെല്ലാം കൂടെ വെച്ചൊന്ന് മോമോസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണേ. കൂട്ട് വെച്ചപ്പോഴത്തേയും തന്നെ വീണ്ടും അടുത്ത ആൾ വന്ന് അങ്ങനെ നമ്മുടെ വൈഫൈ ശരിയായി കേട്ടോ. എന്തോ ബോക്സിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. ആദ്യക്കുട്ടനാണേ അതിൻ്റെ ഇടയ്ക്കിരുതും ബിൽഡിംഗ് സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് ചിരിയും കൂടെ ഒരു എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ അവരവിടെ പണിയുന്നുണ്ടെങ്കിലും ആദ്യക്കുട്ടൻ മൈൻഡൊന്നും ചെയ്യുന്നില്ല, അവനിരുന്ന് കളയുക. അങ്ങനെ അതേണ്ട അവർ വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ചെറുക്കനും ഇഷ്ടപ്പെട്ടെന്ന് തോന്നിട്ട് പിന്നെ ആ ഒരു രണ്ടുപേരിൽ ആ ഒരു ചെറുക്കൻ എന്ന് പറഞ്ഞൊരു ചെറിയ കൊച്ചാട്ടോ, വലിയ പ്രായമുള്ളതൊന്നുമല്ല. അപ്പോൾ ആ കൊച്ചിനാണെങ്കിൽ പറഞ്ഞ പോലെ ആ കാർട്ടൂണും നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ ആ ബിൽഡിംഗ് സെറ്റൊക്കെ എടുത്ത് കളിക്കാനായിട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഓണാക്കി വെച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ആരും വീട്ടിലില്ലല്ലോ, നമ്മൾ തന്നെ ഉള്ളല്ലോ. അപ്പോൾ ഞാൻ പുറകിലത്തെ കതകും തുറന്നിട്ടിട്ട് പിന്നെ ഇതും കൂടെ അങ്ങ് ഓണാക്കി ജസ്റ്റ് ഒന്ന് വെച്ചത് കേട്ടോ. ഇൻ കേസ് ഇനി വല്ലോ കള്ളന്മാരും ആണെങ്കിലോ, കള്ളന്മാരൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു പേടി, നമ്മൾ തന്നെയാണ്, വേറെ നാടാണ്, അങ്ങനെയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡും അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് എന്താണ് അവരത് ശരിയാക്കിയിട്ട് പോയിട്ട് ഞാൻ നേരെ നമ്മുടെ മോമോസിൻ്റെ ആ ഒരു പണക്കിഴിയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ വേറെ ഷേപ്പിലും കാണാമല്ലോ, ഇങ്ങനെ മടക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ നമ്മുടെ ഫോർക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഒരു രീതിക്ക് വാക്കുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിത് ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തേ. അപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിച്ചാൽ മതിയല്ലോ, വലിയ ഷേപ്പിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു ഷേപ്പിലൊക്കെ കിട്ടി കേട്ടോ. ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചുരുട്ടി തുടങ്ങാം. എന്നിട്ട് ഇതിപ്പോൾ ഇത് കണ്ടോ, മണ്ട എല്ലാം കൂടെ ഒരുമാതിരി ആയിപ്പോയി. കാരണം ഞാൻ പിരിച്ച് ഇത് ചെയ്ത് വന്നപ്പോഴത്തേനും മൊത്തത്തിൽ മണ്ടയിൽ അറിയാതെ ഒന്ന് പ്രസ് ചെയ്ത് പോയേ, അതാ പറ്റിയത്. പക്ഷേ ബാക്കിയൊക്കെ കുറച്ചുകൂടെ കുഴപ്പമില്ലാതെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ മൊത്തത്തിൽ ഒരു കുറച്ചുണ്ട്, എനിക്ക് ആദ്യക്കുട്ടിന് മാത്രം മതി. അപ്പോൾ ലാസ്റ്റ് വന്നത് വേണ്ട ഒരു വലിയതായിട്ട് ഉള്ളതെല്ലാം കൂടെ വെച്ച് ഞാൻ ഉണ്ടാക്കാൻ ഓർത്തേണ്ട പരത്തി അവിടെ വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ അതിനെയും വലുതാക്കി പരത്തി കട്ട് ചെയ്തൊന്നും എടുക്കാനുള്ളതില്ല. അപ്പോൾ കളയുകയും വേണ്ട മാവെന്നോർത്ത് അതൊരു വലിയതായിട്ട് അങ്ങ് പരത്തി തേണ്ട അതുകൂടെ അങ്ങ് ആക്കിയേ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ സാധാരണ ഇഡലി പുഴുങ്ങുന്ന പോലെ അങ്ങ് പുഴുങ്ങിയെടുത്തേച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് എന്നാണ് വീഡിയോയിലൊക്കെ കണ്ടത്. ഞാനൊരു 15 മിനിറ്റ് മിച്ചം വെച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും മോമോസ് കഴിക്കാനുള്ള നമുക്ക് വിശന്നിരുന്ന് കഴിക്കണം, എൻ്റെ ഒരു പോളിസി കേട്ടോ. നല്ല വിശന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നു. അപ്പം പക്ഷെ ഒട്ടും പറ്റുന്നുമില്ലായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടനും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരേത്തപ്പഴം പകുതി കട്ട് ചെയ്തെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ താൽക്കാലികമായിട്ടൊരു വിശപ്പ് പോവാൻ. അങ്ങനെ അത് മുറിച്ച് വെച്ചാലും ഞാൻ കഴിച്ചില്ലായിരുന്നു. അവരും വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാനും എല്ലാം കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എന്തേണ്ട അത് അടുപ്പിലോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും ആ പഴമൊക്കെ അങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓരോ ചായയും കൂടെ വെക്കാൻ വേണ്ടി ഇതേ പാലൊക്കെ എടുത്തപ്പോഴത്തേനും മൊമോസ് ആയിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂട്ട അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ആയോ മൊമോസ് ആയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഒരു ഫേവററ്റ് സാധനം കേട്ടോ. പിന്നെ ഇതും എന്താണ് മൈദ ആയതുകൊണ്ടാണ് അത്ര ഹെൽത്തി ഒന്നും അല്ല. എന്നാലും എനിക്കൊന്ന് ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കി ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാകുമെന്ന് അറിയില്ല. പക്ഷെ ആവിക്ക് വെന്ത് ആഹാരങ്ങളാണല്ലോ ഏറ്റവും ഹെൽത്തി ആണല്ലോ. അപ്പം ഇച്ചിരി ഗോതമ്പ് പൊടിയുടെ ആ ഒരു കുത്ത് വരുമോ എന്നൊന്നും അറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും കിട്ടിയാനല്ലോ അല്ലേ. അപ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയും കൂടെ. അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല ചൂട് സോഫ്റ്റ് മൊമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ അടപ്പ് പാത്രം തുറന്നപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മണം കേട്ടോ ഇവിടെ എല്ലാവും. അപ്പം എനിക്ക് ഭയങ്കര അഭിമാനം. പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്നപ്പോൾ പിന്നെ ഞാനും ആദ്യക്കൂട്ട് നല്ല സോയ അല്ലല്ലോ നമ്മുടെ ടൊമാറ്റോ സോസിനകത്ത് മുക്കി ഇതേ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കുന്ന എൻ്റെ അനിയനാണ്, അപ്പുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പൂനും ശില്പയ്ക്കും കുഞ്ഞാവ ഉണ്ടായി കേട്ടോ, ബേബി ബോയ് ആണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുവാവ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഞാനില്ലേ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ, അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എന്താണ്, വേറൊന്നുമില്ല, ഞങ്ങളുടെ ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.